എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നോക്കാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ, നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. പിന്നെ ഇതൊരു ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ കാണണം നിങ്ങൾക്ക് അപ്പോൾ അത് വാലിഡ് ആവുന്നതാണ്. പിന്നെ ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല, അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഒന്നും റെസണേറ്റ് ആവില്ല കേട്ടോ. അപ്പൊ റെസണേറ്റ് ആവുന്നവർ എടുക്കാം, അല്ലാത്തവര് ഇഷ്ടമുള്ളവര് കാണാം കേട്ടോ. പിന്നെ വെറുതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കാണാം. ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാം ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും ഇതിൽ. ഇതൊരു ഒരാള് കാണുന്ന റീഡിംഗ് അല്ല ഇത്. അപ്പൊ ഒരുപാട് പേരുടെ എനർജി ഉണ്ട് ഇതില്. അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ റീഡിങ് വരുന്നത് വരെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഇതില് എൻ്റെ വാട്സാപ്പില്, ഇത് വാട്സാപ്പ് നമ്പറാണ്, ഇതില് ഒരു മെസ്സേജ് അയക്കാം കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിനൊരു ചെറിയൊരു ഫീസ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പേഴ്സണൽ റീഡിങ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കൂടെ പറഞ്ഞു തരണേ പേഴ്സണൽ റീഡിങ്ങിന് കേട്ടോ. അപ്പൊ അതെല്ലാം നോക്കിയിട്ടാണ് റീഡിങ് എടുത്ത് തരുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈമും അതിന്റെ പരിഹാരങ്ങളും, അതിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന്റെ പരിഹാരങ്ങളും കൂടി പറഞ്ഞു തരുന്നതാണ്. അതിനാണ് ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അതും കൂടി തന്നാൽ അതും കൂടെ നോക്കി തരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ ഇപ്പോ എന്നാണ് നോക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മനസ്സിലോർത്ത് ആളായിട്ടുള്ള നല്ല ഉണ്ടായിട്ടുള്ള നല്ല സന്ദർഭങ്ങൾ, നല്ല കാര്യങ്ങളെല്ലാം ഓർത്ത് ഇത് കാണാം കേട്ടോ. ഓക്കെ, യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവരുടെ അടുത്ത് സ്നേഹമുണ്ടോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി. ഫസ്റ്റ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ. ഏസ് ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവരുടെ അടുത്ത് സ്നേഹമുണ്ടോ, എൻ്റെ വ്യൂവേഴ്സിനെ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവരുടെ അടുത്ത് സ്നേഹമുണ്ടോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവരുടെ അടുത്ത് സ്നേഹമുണ്ടോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ. യൂണിവേഴ്സിന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ. എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയാണ്. എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവർ തമ്മിൽ ഒന്നിക്കുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവർ തമ്മിൽ ഒന്നിക്കുമോ. മജീഷ്യൻ. എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവർ തമ്മിൽ ഒന്നിക്കുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവർ തമ്മിൽ ഒന്നിക്കുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, അവർ തമ്മിൽ ഒന്നിക്കുമോ, എൻ്റെ വ്യൂവേഴ്സ്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ്. എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, ഒന്നിക്കുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ, എൻ്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു വരുമോ.
എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തികളൊക്കെ തിരിച്ചു വരുന്നു. അവർ തമ്മിൽ ഒന്നിക്കുന്നു. എന്റെ വ്യൂവേഴ്സിനൊക്കെ തിരിച്ചു വരുന്നു. അവർ തമ്മിൽ ഒന്നിക്കുന്നു. എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിനൊക്കെ തിരിച്ചു വരുന്നു. അവർ എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിനൊക്കെ തിരിച്ചു വരുന്നു. അവർ തമ്മിൽ ഒന്നിക്കുന്നു. ഇതാ നടക്കുന്നു. എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിനൊക്കെ തിരിച്ചു വരുന്നു. അവർ തമ്മിൽ ഒന്നിക്കുന്നു. വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിനൊക്കെ തിരിച്ചു വരുന്നു. എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിനൊക്കെ തിരിച്ചു വരുന്നു. തമ്മിൽ ഒന്നിക്കുന്നു. എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി വ്യൂവേഴ്സിനൊക്കെ തിരിച്ചു വരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. കിങ് ഓഫ് പെന്റിക്കൽസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെന്റിക്കൽസ് വന്നിട്ടുണ്ട്, 10 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, മജീഷ്യൻ വന്നിട്ടുണ്ട്, കിങ് ഓഫ് പെന്റിക്കൽസ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് വൺസ് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് പെന്റിക്കൽസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ്. എന്താണ്? വിശ്വസിക്കാവുന്നതും നല്ല ഉള്ളതും എളിമയുള്ളത് ഒരാളാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി കേട്ടോ. ഭാവന കുറച്ച് കുറവാണ്, വളരെ എല്ലാ കാര്യത്തിലും വിശ്വസിക്കാം. ജോലിയൊക്കെ ഇത്തിരി പതുക്കെ ചെയ്യുള്ളൂ. എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരിത്തിരി സ്ലോവിലാണ് ചെയ്യുന്നത്. ആരെങ്കിലും ഒന്ന് ബാക്കിൽ നിന്നിട്ട് ഒന്ന് പുഷ് ചെയ്യണം. അറിയാതെയല്ല, അത് എല്ലാം ചെയ്യാൻ അറിയാം. അപ്പൊ ബാക്കിൽ നിന്നിട്ട് ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും സ്ലോ ആണ്. പ്രകൃതിയോട് മൃഗങ്ങളോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. വിശ്വസിക്കാവുന്ന ഒരാളാണ് കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നത് 8 ഓഫ് പെന്റിക്കൽസ് ആണ്. ഏസ് ഓഫ് പെന്റിക്കൽസ് എന്ന് പറയുമ്പോ എന്താണ്, ഇതൊരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ന്യൂ ബിഗിനിങ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട്. ലൈഫില് സക്സസിന്റെ പുതിയൊരു തുടക്കം കുറിക്കുന്നു എന്നാണ് പറയുന്നത്. പല വിധത്തില് ഇത്തിരി പണം വരുന്നുണ്ട്. പല വിധത്തിലൂടെ ആൾക്ക് ഇത്തിരി പണം വരുന്നുണ്ട് കേട്ടോ. ഒരു അബണ്ടന്റ് വരുന്നു. പ്രോപ്പർട്ടി, വീട്, കാറ്, അങ്ങനെ ലൈഫിലേക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളിലും കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അഭിവൃദ്ധി, സമ്പത്തും ഉണ്ടാകുന്നു, പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു, സമൃദ്ധി, സ്ഥിരത, സുരക്ഷിതത്വം എന്നിവയുടെ സാധ്യതയൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോകണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആള് നിങ്ങളിലേക്ക് തന്നെ വരുന്നാണ് പറയണത് കേട്ടോ. സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ യാഥാർത്ഥ്യമാകുന്നു പോകുന്നു. എല്ലാ മേഖലകളിലും വിജയത്തെ സൂചിപ്പിക്കുന്നു. ഭാഗ്യം കൊണ്ട് വിജയം വരുന്നു, കഠിനാധ്വാനം കൊണ്ട് വിജയം വരുന്നു എന്നാണ് പറയണത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് സോർട്സ് ആണ്. 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങളെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നല്ല സുഖമൊന്നുമല്ല. അവിടെ ഇത്തിരി ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഉള്ളത്. മനസ്സിലായോ? ഏറ്റുമുട്ടല്, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയ പരിക്കേൽക്കേ, അങ്ങനെ ഇപ്പൊ ആ ആളുടെ അവസ്ഥ ഒരു കെണിയിലകപ്പെട്ട പോലെയാണ്. ഇപ്പൊ ഒരു കുടുക്കിലകപ്പെട്ട പോലെയാണ്. എന്ത് ചെയ്യണം എന്നറിയാണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് വെല്ലുവിളികളേക്ക് അഭിമുഖീകരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സമയം ചേഞ്ച് ആവാൻ പോകുന്നു. ഈ വെല്ലുവിളികൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട്. അത് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. സ്വയം പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ, ഇരയുടെ മാനസികാവസ്ഥ, സ്വയം തടഞ്ഞു നിർത്തല്, നിഷേധാത്മകമായ സംസാരം, കൊടുങ്ങല്, അമിതമായി ചിന്തിക്കുക, ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഇപ്പൊ. മനസ്സിലായി? നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും അവിടെ ഹാപ്പി ഒന്നും അല്ല, അവിടെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ. തിരിച്ചു വരും തന്നെയാണ് പറയുന്നത്. എന്താ കൂടുതൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടുണ്ട്. ശക്തി നഷ്ടപ്പെടല്, കാഴ്ചപ്പാട് മാറ്റം, ഇതൊക്കെയാണ് പറയണത്. പിന്നെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതെന്താണ്, നല്ലൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ലൊരു വ്യക്തിയാണ്, പക്ഷെ എന്നാലും ഇപ്പൊ നിങ്ങൾ ഇരുന്ന് കുറച്ചിങ്ങനെ അകന്നിരിക്കുന്നുണ്ട്. അത് തിരിച്ചു വരും.
നല്ല നിങ്ങളെ നന്നായിട്ട് ഇഷ്ടമുള്ള ആളാണ്, നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യണൊക്കെ, അങ്ങനെയൊക്കെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാളാണ്, നല്ല ഉപദേശകനായിരിക്കും എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്ന ആൾക്ക്. ചില സമയങ്ങളിൽ വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയും അല്ലെങ്കിൽ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിലൂടെയൊക്കെ മുറിവേറ്റ ഒരാളാണെന്നാണ് പറയണത്. അവരെ വിശ്വസിക്കാൻ പറ്റും, കലാപരമായി ഒക്കെ ഇത്തിരി കഴിവുള്ള ആളാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 5 ഓഫ് കപ്സ് വരുമ്പോ കുറച്ചു കാലം മുന്നേ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും വഞ്ചന, ചതിയോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അത് ഓർത്തിട്ട് ഇപ്പൊ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ നിങ്ങളെ ഇത്തിരി അകന്നാണ് ഇരിക്കുന്നത്, ഇപ്പൊ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ ഇരിക്കണേന്നാണ് പറയുന്നത്. ബന്ധത്തിൽ നിന്ന് ഒരാളിത്തിരി അകന്നു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ലൈഫിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറയാം. അപ്പൊ അത് ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഫ്യൂച്ചറിന് വേണ്ടി സന്തോഷത്തോടെ ഇരിക്കാൻ പറയാണ്. ഇനി പഴയത് കഴിഞ്ഞു പോയത് അത് ഓർക്കണ്ട, ഇനി നല്ലത് വരാൻ വേണ്ടിയിട്ട് ചിന്തിക്കുക, നല്ലത് വരും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞ കാലത്ത് നിന്ന് ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മറക്കാം, ഇനി നല്ലത് വരും. പിന്നെ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോ ഇത് ഒരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. ഇവർക്ക് ഒരുപാട് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് കഴിവുകളുണ്ട്. എന്താണ്, മറ്റുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊക്കെ പല മാജിക്കുകളൊക്കെ ഇവർക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അത്രയും പല ആൾക്കാരെയും മറ്റുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഇവർക്ക് പല കഴിവുകളും ഉണ്ട്. ഈ വ്യക്തി സമൂഹത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്യുമെന്നാണ് പറഞ്ഞത്. നല്ല ഈശ്വരാനുഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. നല്ല ധൈര്യശാലിയാണ്, വളരെ ശുദ്ധ മനസ്സുള്ള ഒരാളാണ്. ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ വളരെയധികം സക്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഒന്നിനെയും ഭയമില്ലാത്ത ഒരാളാണ്. ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ അടിമ പോലെ ഒന്നും ജോലി ചെയ്യണമെന്നൊന്നും അങ്ങനെയുള്ള ആളല്ല. ഒറ്റയ്ക്കൊക്കെ ഫ്രീഡം വേണം ആൾക്ക്. ഒറ്റയ്ക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ആരും നിയന്ത്രിക്കുന്നതൊന്നും ഇഷ്ടമല്ല. സ്വന്തം കഴിവ് ഉപയോഗിച്ച് സക്സസ്സിൽ എത്തുന്നാണ് പറയണത്. ഒരു രാജാവിന്റെ അധികാരമൊക്കെ കാണിക്കും. അപ്പൊ ഇത് നിങ്ങളിലേക്ക് വരും തന്നെയാണ് പറയുന്നത് കേട്ടോ ആകാശി. പക്ഷെ അതില് ഉള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആ തടസ്സങ്ങളൊക്കെ മാറ്റിക്കളയാം. അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് തടസ്സങ്ങൾ നോക്കിയിട്ട് അപ്പൊ അതിനുള്ള പരിഹാരം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ടൈം ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ എടുത്തിട്ട് തന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനുള്ള പരിഹാരം പറഞ്ഞു തരാം കേട്ടോ. പിന്നെന്താണ്, ഇതൊരു നിങ്ങൾക്ക് എന്തെങ്കിലും ആള് നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ് പിന്നെയും പറയുന്നത്. ഐശ്വര്യവും സെലിബ്രേഷനും ഒക്കെയാണ് ഇത് മാരേജിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. നിങ്ങൾക്കപ്പോ ആള് നിങ്ങളിലേക്ക് വരും ചെയ്യും, നിങ്ങൾക്ക് ഒരു മാരേജ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റിലേഷൻഷിപ്പില് നല്ല ഗ്രോത്ത് ആണ്, ഫിനാൻഷ്യലായിട്ട് നല്ല ഗ്രോത്ത് ആണ് ഉണ്ടാവാൻ പോണത്. നിങ്ങൾക്ക് നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ട് കേട്ടോ. മറ്റുള്ളവരെ ഹീൽ ചെയ്യാനൊക്കെ ഉള്ള നല്ല കഴിവുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റിക്കൽസ് ആണ് വന്നിരിക്കുന്നത്. ഇതെന്താണ്, ഇത് ഉറച്ചതും സ്ഥിരതയുള്ളതൊക്കെ ഒരു ശക്തമായ ഒരു വ്യക്തിയാണെന്നാണ് പറയണത്. ആള് ഒത്തിരി പൈസയൊക്കെ ഉള്ള ഒരാളാണെന്നാണ് പറയണത്. നിങ്ങളുടെ ആള് നല്ല റിച്ച് മാനോ അല്ലെങ്കിൽ റിച്ച് ഫാമിലിയിലുള്ള ഒരാളാ അങ്ങനെയൊക്കെയാണെന്നാണ് പറയണത്. നല്ല കഴിവുണ്ട്. ഇത്തിരി ഒരുപാട് കഴിവുകളുള്ള ഒരാളാണ്. നല്ലൊരു ബിസിനസ് മാനോ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളോ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന ഒരാളാണ്. മനസ്സിലായി, എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നാണ് പറയണത്. സമൃദ്ധിയും ഭാഗ്യമൊക്കെ വന്നു ചേരുന്നു എന്നാണ് പറയുന്നത്. അനുഗ്രഹങ്ങള് പിന്നെന്താ അതൊക്കെ സാധ്യമാവുന്നത്. ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാവുന്നു പോകുന്നു എന്നാണ് പറയണത്. ഇനി വരാൻ പോവാണ്. ഇനി ഐശ്വര്യവും എല്ലാ ഐശ്വര്യങ്ങളും ആഗ്രഹങ്ങളും സാധ്യമാവാൻ പോകുന്നു, ഭാഗ്യം വരാൻ പോകുന്നു. അപ്പൊ എല്ലാം ഇനി നല്ലത് വരാൻ പോവാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അടുത്ത കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. 6 ഓഫ് വൺസ് വരുമ്പോ
നെഗറ്റീവ് സോഴ്സ് എന്താണ്, ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ രണ്ടാളുടെ എനർജി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെട്ടെന്ന് ഒരു മാറ്റം വരാൻ പോകുന്നു എന്നാണ് പറയണത്. നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ തീരാനാണ് ഇനി പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. ഇപ്പൊ ജോലിയിലായാലും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കാനും നല്ല ജോലി കിട്ടാനും അങ്ങനെയൊക്കെ സാധ്യതയാണ്. ആത്മവിശ്വാസം ധൈര്യമൊക്കെ ഉള്ളൊരു ആളാണ് നിങ്ങൾ. ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ വന്ന് സിക്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ലൈഫിൽ ഒരു നല്ല വാർത്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ആള് നിങ്ങളിലേക്ക് എന്തായാലും വരുന്നു തന്നെയാണ് പറയുന്നത് കേട്ടോ. ലൈഫിൽ ഒരു നല്ലൊരു വാർത്ത വരുന്നു പറയാം. ലൈഫിലെ സന്തോഷം പറയാം. സക്സസ്, വിജയമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ജോലിയിൽ പ്രൊമോഷനും യോഗ്യത, അംഗീകാരം, സാമ്പത്തിക വളർച്ച ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവാണ്. ലൈഫിലായാലും ഒരു സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താണോ ഒരു പ്രധാനമായിട്ടൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ, ആ ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസം, വിജയം, പരിശ്രമ ഫലം, നിങ്ങൾ പരിശ്രമിക്കുന്നതിനൊക്കെ ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോഴേ നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ മറന്നേക്ക് കഴിഞ്ഞാൽ അത് ആ ടൈമും ചേഞ്ച് ആവാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇനി നിങ്ങളിലേക്ക് ഇനി നല്ലതാണ് വരുന്നത്. ഇതിരി മൃഗങ്ങളോടൊക്കെ ഇതിരി സ്നേഹമുള്ളൊരു വ്യക്തികളാണെന്നാണ് പറയുന്നത്. നല്ല ഈശ്വരാനുഗ്രഹം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും. നല്ല ഈശ്വരാനുഗ്രഹം, എന്ത് പ്രോബ്ലം വന്നാലും അതൊക്കെ തരണം ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് കേട്ടോ. നല്ല പവറുള്ളൊരു ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾക്കത് കാര്യമാക്കുന്നുണ്ട്. നിങ്ങൾക്കത് തരണം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നെയുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഇത്തിരി നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തി ആയാലും ഇത്തിരി ഒരുപാട് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുക, സ്ട്രെസ് അനുഭവിക്കുക. ലൈഫിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോണെന്നാണ് പറയണത്. പക്ഷെ ഇനി അതൊക്കെ മാറാൻ പോവാണ്. ഇനി ലൈഫിൽ നല്ലൊരു കാലാണ് വരാൻ പോകുന്നത്. മനസ്സമാധാനം ഇല്ലാത്തൊരു അവസ്ഥയാണ്. മത്സരത്തിന്റെ സമ്മർദ്ദം, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോണ്ട് പക്ഷെ അതെല്ലാം മാറി വരും. നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നത്. നിങ്ങളുടെ രീതിക്കായിട്ടൊക്കെ നിങ്ങൾ മുൻകൈ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നു. കോപമോ ദേഷ്യമോ ഒന്നും കൂടാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു മിതത്വം പാലിച്ചൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അധികം ദേഷ്യപ്പെടാതെ, അധികം കോപം ദേഷ്യമൊന്നും വരാതെ ഒക്കെ നോക്കണം. എന്ത് പ്രശ്നങ്ങളെയും ഗൗരവമായി എടുക്കാതെ പഠനാനുഭവമായി എടുക്കണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അത് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ലക്ഷ്യം നേടാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് ഒരുപാട് ടെൻഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഒരുപാട് ടെൻഷൻ ഉണ്ട് ഇപ്പൊ. ലവ് റീഡിങ്ങിലാണ് നിങ്ങള് പരസ്പരത്തിൽ തമ്മിൽ പഴുക്കാണെന്നാണ് പറയണത്. ഇത്തിരി അകന്നിരിക്കാണ് ഇപ്പൊ. ഇനി അത് മാറി വരും. അത് ആള് നിങ്ങളിലേക്ക് തന്നെ വരും. ഇത്തിരി ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ ഒക്കെ ആണ്. എന്നാലും അതെല്ലാം മാറി നിങ്ങളിലേക്ക് തന്നെ വരും കേട്ടോ. നെക്സ്റ്റ് കാർഡ് വന്നത് 8 ഓഫ് സോർട്സ് ആണ് വന്നിങ്ങനെ. 8 ഓഫ് സോർട്സ് പറയുമ്പോ 8 ഓഫ് സോർട്സ് ആണ്. 8 ഓഫ് സോർട്സ് പറയുമ്പോ ഇപ്പൊ ഒരു ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ പരിക്കേൽക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ അനുഭവിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു അവസാനമാണ് പറയണത്. ഇനി നല്ല കാലം നിങ്ങൾക്ക് വരുന്നതാണ്. ഈ ഒരു കാലഘട്ടം അവസാനിച്ചു. ഒപ്പം തന്നെ മറ്റൊരു നല്ല കാലഘട്ടത്തിന്റെ തുടക്കമാണ് പറയുന്നത്. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇപ്പൊ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പൊ ഇനി മാറിയിട്ട് ഇനി നിങ്ങൾക്ക് നല്ല കാലമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്.
ഉം ഒരു ചിലപ്പോ ഇത്തിരി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ. ഇതൊരു പൂർത്തീകരണമാണ്. അത് കഴിഞ്ഞു. നിങ്ങൾ ബുദ്ധിമുട്ടിയ ആ സമയം തീരാനായിട്ട് പോണു. എന്നാല് ഒരു അതിന്റെയൊക്കെ ഒരു അവസാനം, ആ ബുദ്ധിമുട്ടിന്റെ ഒക്കെ ഒരു അവസാനം. ഇനിയിപ്പൊ നിങ്ങളുടെ ജോലിയിലൊക്കെ ഇനി ബിസിനസ്സിലായാലും ഇപ്പൊ ജോലിയിലോ ബിസിനസ്സിലൊക്കെ എന്തൊരു തകർച്ചയാ അല്ലെങ്കിൽ ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധം പെട്ടെന്നൊന്ന് ഇങ്ങനെ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല മാറ്റം സംഭവിക്കാൻ പോകുന്നു, ഒരു പുതിയ തുടക്കം ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. അതിനായി പ്രതീക്ഷയോടെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ലത് തന്നെ നിങ്ങൾക്ക് വരും കേട്ടോ. നിങ്ങളെ വിചാരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഹാപ്പി ഒന്നും അല്ല, ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം മാറി വരും എന്നാണ് പറയണത്. അത് മാറി നിങ്ങളിലേക്ക് തന്നെ വരും. സന്തോഷായിട്ടിരിക്കുക.